Praise the Lord. Hallelujah. Thank you, Lord Jesus. ഹാലലൂയ. സന്തോഷമുള്ളവർ ചിരിച്ചുകൊണ്ടൊരു ഹാലലൂയ പറഞ്ഞാട്ട്. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ ആഴ്ചയുടെ പ്രാരംഭ ദിവസം നമ്മെ കാണിക്കുമാറാക്കിയ, നമ്മെ അത്ഭുതകരമായി അതിശയകരമായി ഈ പകലിൽ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഈ പകൽ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ലഭിച്ച സാഹചര്യങ്ങളിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടെ ഇവിടങ്ങളിലായിരുന്ന ദൈവമക്കൾക്ക് ദൈവം അവസരമൊരുക്കിയല്ലോ, ദൈവം കൃപ ചെയ്തല്ലോ. അവൻ ഇന്ന് പകലിലും ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീർന്നവൻ ഈ ലൈവിൽ ആമേൻ ഞങ്ങളോടൊപ്പം ആമേൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആമേൻ സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിപ്പാൻ ഇടയായി തീരേണ്ടതിനായി ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതകളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ തളർന്നു പോകാതെ തകർക്കുന്നവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിപ്പാൻ ഇടയായി തീർന്നതോർത്താൽ ഹല്ലേലൂയ മൗനമായിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിലും നന്ദിയുള്ളവരായി ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് സ്തുതികളിൽ മേ വസിക്കുന്ന സർവശക്തരായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ആമേൻ അനുഭവിപ്പാൻ ഇടയായി തീരുന്നുവെങ്കിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവം നാളിതുവരെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ആ ദൈവത്തെ സ്തുതിപ്പാൻ, ആ ദൈവത്തെ ആരാധിപ്പാൻ നാം കടപ്പെട്ടവരാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരകവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇന്ന് രാത്രി ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. കാരണം അവൻ സ്തുതികളിന്മേ വസിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ ആമേൻ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി നമ്മെ രക്ഷിക്കുന്നവൻ, നമ്മെ വിടുവിക്കുന്നവൻ നമ്മുടെ നടുവിൽ ആഗതനാകേണ്ടതിനായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കുടുംബമായ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദകൂടമാകയാൽ കർത്താവെ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഈ ലൈവിൽ കർത്താവെ ഈ പ്രകാരം ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിലും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അവിടുന്ന് ഒരുക്കിയ ക്രമീകരണങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ആമേൻ അങ്ങയെ ആരാധിപ്പാൻ, അങ്ങയെ സ്തുതിപ്പാൻ, സാന്നിധ്യം അനുഭവിപ്പാൻ, കർത്താവെ ഇന്ന് രാത്രിയിലും അങ്ങയുടെ വചനം ശ്രവിപ്പാൻ, വചനത്തിന്റെ ആഴങ്ങൾ മർമ്മങ്ങൾ കർത്താവെ ഗ്രഹിപ്പാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമേ. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുവാൻ, അങ്ങയുടെ വചനം പ്രഘോഷിപ്പാൻ അടിയനെ ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഏത് വേദനയിലും ഏത് നിരാശയിലും ഏത് പ്രതിസന്ധിയിലായിരിക്കുന്നവരെ ആമേൻ കൈപിടിച്ചുയർത്തുവാൻ ഉതകുന്നതാകയാൽ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ഇന്ന് രാത്രിയിലും പിന്മാറ്റക്കാർ മടങ്ങി വരത്തക്ക വിധം രോഗികൾ സൗഖ്യമാക്കുന്ന ഇന്ന് രാത്രിയിൽ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി വാഞ്ചയോടെ ആമേൻ ആഗ്രഹത്തോടായിരിക്കുന്നവരുടെ സ്വർഗം പകരണമേ. അന്ത്യകാലത്ത് സകല തരത്തിൽ ഞാൻ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ദൈവം ആത്മാവിനെ എഴുതപ്പെട്ട വചനത്തിന്റെ നിവർത്തി ഇന്ന് രാത്രിയിൽ ചില വ്യക്തി ജീവിതങ്ങൾ, ചില കുടുംബങ്ങൾ, ചില ദേശങ്ങളിൽ, ചില രാജ്യങ്ങളിൽ വെളിപ്പെടുവാനിടയാകട്ടെ. ആത്മീയ ശുശ്രൂഷക്കെതിരായി ആമേൻ ദൈവ പ്രവർത്തിക്ക് വിരുദ്ധ
ശക്തമായി ഉയരുന്ന എല്ലാ അന്ധകാരത്തിന്റെ മണ്ടകള്, എല്ലാ പോരുകളെ സ്വർഗത്തിൽ ഭൂമിക്ക് അധികാരം പ്രാപിച്ച നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ച് ജയമെടുക്കുക. എല്ലാ ഉയർച്ചകളെയും എല്ലാ വാഴ്ചകളെയും എല്ലാ ദുഃഖാത്മ സേനകളെയും നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ശാസിച്ച് ജയമെടുക്കുക. നിന്നാൽ ഞാൻ പടക്കുലത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ദൈവത്താന്റെ മതിൽ ചാടിക്കടക്കും. ദൈവജനത്തിന്റെ നന്മയ്ക്കെതിരെ, ദൈവജനത്തിന്റെ ഉയർച്ചയ്ക്കെതിരെ, ദൈവജനത്തിന്റെ ഭാവിക്കെതിരെ വെല്ലുവിളിക്കുന്ന സകല പോരുകളും യേശുവിന്റെ നാമത്തിൽ പ്രാരംഭത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച് ജയമെടുക്കുക. ഞാൻ എന്റെ സഭയെ പാടിയോ പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ മുന്നിൽ നിൽക്കുന്നു. പോരുകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകുന്ന രാത്രിയായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനം ആത്മാ അഭിഷേകം പ്രാപിക്കുന്ന രാത്രിയായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്ന രാത്രിയായി മാറട്ടെ. ദൈവകൃപ പ്രാപിക്കുന്ന രാത്രിയായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്ന രാത്രി വിശ്വസിക്കുന്നവരുടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ചില അത് വ്യക്തി ജീവിതങ്ങളുടെ മേൽ വീഴുവാൻ ഇടയാകട്ടെ, പകരുവാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സമ്പൂർണ്ണമായി താഴ്ച സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പുനഃനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണം. ആദ്യോടെന്ന പരിശുദ്ധാത്മാവാൻ ദൈവം കൂടെ മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച കൂടെ, ആമേൻ, ഒരാഴ്ച കൂടെ, പ്രാരംഭ ദിവസം കൂടെ ആമേൻ ദൈവം നമുക്ക് ദാനമായി നൽകി. ആമേൻ. പ്രഭാതം മുതൽ ആമേൻ ഈ സമയം വരെയും അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്നു. കാലിക്കല്ലിൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചനായ ദൈവം തുടർന്നു നമ്മെ ജയത്തോടെ നടത്തുവാൻ ശക്തനായി നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനം ചൊല്ലുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വീഡിയോ കാണുന്നവരും ആമേൻ അതെ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാകട്ടെ. ഈ ശുശ്രൂഷയിൽ കൈത്താങ്ങലാകുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്നേഹതീരം പ്രയർ ഫാമിലി ആമേൻ അതെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം ഒരു അപ്പന്റെ മക്കൾ എന്നതുപോലെ പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും വിവിധ ഇടങ്ങളിൽ ആയിരുന്നാലും ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലി നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച് കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹതീരം പ്രയർ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനെയും സ്വർഗത്തിലെ വലുവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും കമന്റ് ഇട്ടും ഒക്കെ ആമേൻ ഞങ്ങളെ ആമേൻ ക്രിസ്തുവിൽ വളർത്തുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. ഇന്നലെ ആമേൻ ചില കമന്റുകളൊക്കെ കണ്ടു. പോടാ, വേറെ വല്ല പണിയുണ്ട് നോക്കടാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ. ആമേൻ. ഹല്ലേലൂയ. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. തേനിനെക്കാട്ടിലും തെൻകട്ടയെക്കാട്ടിലും മാധുര്യമേറിയ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. അതിലൂടെ ലഭിക്കുന്ന സമാധാനവും സന്തോഷവും ആമേൻ പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. ഹല്ലേലൂയ. അത് അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. ഇന്നലെ ചില കമന്റുകളൊക്കെ കണ്ടപ്പോ ആമേൻ ഏതാണ്ട് 10,000-ൽ പരം ആളുകളുടെ അടുത്ത് ആമേൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ ഏതാണ്ട് 5,000-ഓളം ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞു. ആമേൻ. തത്സമയ പ്രാർത്ഥനയിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനിടയിൽ രണ്ടുപേര് തമ്മിൽ വഴക്കിടുന്നതൊക്കെ കണ്ടു. ആമേൻ. അതെ, എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആമേൻ. പ്രാർത്ഥന എവിടെയൊക്കെയോ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ തളരാതെ കണ്ട് നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കി മാറ്റിയ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ച അർപ്പിച്ചുകൊണ്ട് ആമേൻ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവൻ നീ മാത്രമൻ ദൈവമെന്നും
അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും ഉന്നതൻ നീ അത്യുന്നതൻ നീ അങ്ങേ പോലൊരു ദൈവമില്ല അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ ഉന്നതൻ നീ അത്യുന്നതൻ നീ അങ്ങേ പോലൊരു ദൈവമില്ല അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ സ്തുതിക്കുവാനായിരം നാവ് പോരായി എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും സ്തുതിക്കുവാനായിരം നാവ് പോരായേ എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും ഉന്നതൻ നീ അത്യുന്നതൻ നീ അങ്ങേ പോലൊരു ദൈവമില്ല ഉന്നതൻ നീ അത്യുന്നതൻ നീ അങ്ങേ പോലൊരു ദൈവമില്ല അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും ഉണ്ട് ശക്തി ശക്തി അത്ഭുത ശക്തി യേശുവേ രക്തത്തിൽ ഉണ്ട് ശക്തി ശക്തി അത്ഭുത ശക്തി യേശുവേ രക്തത്തിൽ ഉണ്ട് ശക്തി ശക്തി അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ രക്തത്തിലാ ഉണ്ട് ശക്തി ശക്തി അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ രക്തത്തിലാ ഉണ്ട് ശക്തി ശക്തി അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ നാമത്തിലാ ഉണ്ട് ശക്തി ശക്തി അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ നാമത്തിലാ ഉണ്ട് ശക്തി ശക്തി അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ രക്തത്തിലാ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആ
അത്ഭുത ശക്തി വിശ്വസിക്കുന്നവരുടെ മേൽ അതേ പകരുവാൻ ശക്തനായവൻ അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ ചേർന്ന് കരങ്ങളടി കർത്താവിന്റെ മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എന്നും വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി രോഗികൾ സൗഖ്യമാകുവാൻ ഉതകുന്നതാ, പാപികൾ മനം തിരിയുവാൻ ഉതകുന്നതാ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഉതകുന്നതാ, മുടന്തർ നടക്കുവാൻ ഉതകുന്നതാ, ചെകിടർ കേൾക്കുവാൻ ഉതകുന്നതാ, കുരുടർ കാണുവാൻ ഉതകുന്നതാ, ഊമർ സംസാരിക്കുവാൻ ഉതകുന്നതാ. ഇന്ന് രാത്രി കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുവാൻ ഉതകുന്ന യേശുവിന്റെ നാമത്തിൽ ആശ്രയിക്കുന്നവർ ലജ്ജിക്കാതെ കണ്ട് ആമേൻ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പിശാചിന്റെ അതേ കെട്ടുകളെ പൊട്ടിക്കുവാൻ അതേ ശക്തിയുള്ള ജീവന്റെ വചനം ഇന്ന് രാത്രിയിൽ പ്രഘോഷിക്കുവാൻ ഹല്ലേലൂയ അവസരമൊരുക്കിയ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് സന്തോഷമുള്ളവർ ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഏത് രാജ്യത്തായിരുന്നാലും ഏത് ജില്ലയിലായിരുന്നാലും ഏത് തകർച്ചയുടെ നടുവിലായിരുന്നാലും ഏത് വേദനയുടെ നടുവിലായിരുന്നാലും ഏത് കൂലിയുടെ അനുഭവത്തിലായിരുന്നാലും പെരുവെള്ളം നിന്റെ വീര കവിയാതെ കണ്ട് നദി നിന്നെ മുക്കി കളയാതെ കണ്ട് തീച്ചുടയുടെ നടുവിലും നിന്നെ സംരക്ഷിക്കുന്ന സകല നാമത്തിന് മേലായ നാമം യേശുവിന്റെ നാമമാകയാ. ഇന്ന് രാത്രി അല്പസമയം എല്ലാവരും ഹല്ലേലൂയ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട യേശുവിന്റെ നാമത്തെ ആരാധിക്കുവാൻ തയ്യാറാകട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നീ ആരാധിക്കും, യേശുവിന്റെ നാമത്തിൽ നീ ഉച്ചരിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. അധികാരം തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി കരങ്ങളടി അല്പസമയം നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് പാപകളിൽ കേടുകളിൽ ശത്രുവിന്റെ സകലബലത്തിൽ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അരുളിച്ചത് നസ്രനായ യേശു കർത്താവ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ കൽപ്പിച്ച മുമ്പിലുള്ള മല പോലെയുള്ള പ്രശ്നങ്ങൾ നീങ്ങിപ്പോകുമെന്നടയാ. ഒരിക്കൽ കൂടെ എല്ലാവരെയും വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവാൻ ദൈവം നൽകിയ ദൈവവചനം ശുശ്രൂഷിപ്പാനായി ആമേൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആമേൻ നിങ്ങളുടെ അധികാരം പ്രയോഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അധികാരം തിരിച്ചറിയുന്നവർ അത് ഉപയോഗിക്കുവാൻ തയ്യാറാകുക. അധികാരമില്ലാത്തവർ അധികാരം പ്രാപിക്കുവാൻ തയ്യാറാകുക. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ വായിക്കാം. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി മർക്കോസ് എഴുതിയ സുവിശേഷം ഹല്ലേലൂയ 1-ാം അധ്യായം അതിന്റെ 25-26 വാക്യങ്ങൾ. മർക്കോസ് എഴുതിയ സുവിശേഷം ആമേൻ 25-ാം അധ്യായം 1-ാം അധ്യായം അതിന്റെ 25-26 വാക്യങ്ങൾ. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ട് പോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. ഹല്ലേലൂയ. നാം പാടിയല്ലോ, അത്ഭുത നാമം ഉണ്ട് ശക്തി യേശുവിൻ രക്തത്തിനാൽ. എത്ര പേര് വിശ്വസിക്കുന്നു യേശുവിന്റെ രക്തത്തിന് ഇന്നും ആമേൻ അതേ ശക്തിയുണ്ട്? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഹല്ലേലൂയ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുവാൻ, അതിന്റെ ശക്തി വെളിപ്പെടുവാൻ തക്കോണമിടയാകും. ഹല്ലേലൂയ. മർക്കോസ് എഴുതിയ സുവിശേഷം ആമേൻ 1-ാം അധ്യായം അതിന്റെ 25-26 വാക്യങ്ങൾ ആമേൻ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് രാത്രി യേശു അതിനെ ശാസിച്ചു. ആമേൻ. മിണ്ടരുത്, അവനെ വിട്ടു പോ. ആമേൻ. എന്താണ് അവിടുത്തെ പ്രശ്നം? ഹല്ലേലൂയ. യേശു ചുമ്മാ ഒരാളെ ശാസിക്കുമോ? ഹല്ലേലൂയ. യേശു അവനെ ശാസിച്ചു. ഇന്ന് രാത്രി ആമേൻ ചിലതിനെ എന്റെ യേശു ഇന്ന് രാത്രി ശാസിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ചുമ്മാ ബഹളം വെക്കുന്ന, ചുമ്മാ ഒച്ച വെക്കുന്ന, ചുമ്മാ നിലവിളിക്കുന്ന ഹല്ലേലൂയ ആ
ആമേൻ വ്യക്തി ജീവിതങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ? ഹല്ലേലൂയ. അനുസരണക്കേടിന്റെ ആത്മാവിനാൽ ഒച്ച വെച്ച് ബഹളം വെച്ച് ആമേൻ അതെ കുടുംബത്തിനകത്ത് ആമേൻ അസ്വസ്ഥത ഉളവാക്കുന്ന വ്യക്തി ജീവിതങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ? ഒരുപക്ഷെ നിന്റെ തലമുറയായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ഭർത്താവായിരിക്കാം, ഒരുപക്ഷെ നിന്റെ പിതാവായിരിക്കാം, ഒരുപക്ഷെ നിന്റെ മകളായിരിക്കാം, ഒരുപക്ഷെ നിന്റെ അയൽപക്കംകാരായിരിക്കാം. എന്തോ കുഴപ്പമുണ്ടല്ലേ? ആമേൻ സുബോധം നഷ്ടപ്പെട്ടവരെ പോലെ കേൾക്കുമ്പോൾ അരോചകമാകുന്ന ശബ്ദങ്ങളും വാക്കുകളും പദങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഒച്ചപ്പാടും ബഹളവും നാശനഷ്ടങ്ങളും ആമേൻ കൊലപാതകങ്ങളും അവരെ ആമേൻ വരുത്തി തീർക്കുന്ന പൈശാചികനാൽ പിടിക്കപ്പെട്ട ചില വ്യക്തികൾ, ചില കുടുംബങ്ങൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരധികാരത്തിന്റെ കൈമാറ്റം, ഒരഭിഷേകത്തിന്റെ ആമേൻ അത് കൈമാറ്റം അത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ തർജ്ജനം ചെയ്യാതെ അത് വിശ്വസിച്ച് ഇന്ന് രാത്രി ആ അധികാരം അത് ഉപയോഗിക്കുവാൻ തയ്യാറാകും? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്ത സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവ പൈതലേ, അവന്റെ ശിഷ്യന്മാരായി അവൻ ജീവിക്കുവാൻ കൃപ ലഭിച്ചവർക്ക് കൈമാറിയ അധികാരം നിന്റെ മേൽ ഉണ്ടെന്ന് പറഞ്ഞ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക? നീ അത് തിരിച്ചറിയാത്തത് കൊണ്ടാ നിന്റെ മുമ്പിൽ പിശാച് താണ്ഡവമാടി അത് നിന്റെ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും നാളിതുവരെ ഒതുക്കിയിരുത്തിയിരിക്കുന്നത്. അധികാരം തിരിച്ചറിഞ്ഞാൽ ആമേൻ അതെ ആനയ്ക്കാനയുടെ വലിപ്പം അറിയാമോ? ആനയ്ക്കാനയുടെ ശക്തി അറിയാമോ? ആനയ്ക്കാനയുടെ ശക്തിയും ആനയ്ക്കാനയുടെ വലിപ്പവും അറിയുമ്പം അതെ നാട്ടുകാർ പറയും ആനയ്ക്ക് മതമിളകി. അല്ലെന്നേ, ആനയ്ക്ക് ആമേൻ ആനയുടെ ആ ശക്തിയും ആനയുടെ വലിപ്പവും തിരിച്ചറിഞ്ഞപ്പോൾ ആനയെ മയക്കുന്ന പാപ്പാന് ആനയെ മെരുക്കാൻ പറ്റാതാകുന്നു. ഇന്ന് രാത്രി നിന്നിലുള്ള അഭിഷേകം, നിന്നിലുള്ള ശക്തി, അഭിഷേകം മുഖത്തെ തകർക്കുന്നതാ. മുഴങ്ങാൻ മടക്കി പ്രാർത്ഥന റൂമിനകത്ത് മുട്ടുമടക്കി അവൻ നിന്റെ മേൽ പകരപ്പെട്ട ആത്മാവിന്റെ അഭിഷേകം അവൻ നിന്റെ മുമ്പിൽ അലയടിച്ചുയരുന്ന പ്രതികൂലങ്ങളെ ശാസിച്ചമർത്തുവാനുള്ളതാ. ഇന്ന് രാത്രി നീ ഭീരുവായി ഇരിക്കേണ്ട വ്യക്തിയല്ല, നീ ഭയപ്പെട്ടിരിക്കേണ്ട വ്യക്തിയല്ല. നിനക്ക് മുമ്പിൽ ഉയർന്നു വരുന്ന പ്രതികൂലങ്ങളെ അത് കണ്ട് ഭീരുവായി ഇരിക്കാതെ കാറ്റേ കടലെ അടങ്ങി എന്ന് കൽപ്പിച്ചപ്പോൾ അത് വാക്കുകളുടെ മുമ്പിൽ ശാന്തമായവന്റെ അധികാരം ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞത് പ്രാപിച്ചവർ ശക്തിയോടെ എഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ട കാലം ആകൃതമായിരിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ മേലുള്ള അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്ന രാത്രിയായി, നിന്റെ മേലുള്ള അധികാരത്തെ അത് പുറത്തെടുക്കുന്ന രാത്രിയായി മാറട്ടെ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം. ഡോക്ടർമാരെ കൊണ്ട് ആമേൻ അത് ഇത്രയ്ക്ക് കഴിയത്തുള്ളന്നേ. ലോകത്തിലുള്ള ബുദ്ധിജീവികളെ കൊണ്ട് തത്വജ്ഞാനന്മാരെ കൊണ്ട് ഇതൊക്കെ കഴിയത്തുള്ളന്നേ. എന്നാൽ അതിലപ്പുറം അത് വിശ്വസിക്കുന്ന ഒരുവനിലൂടെ പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ മകനായി മകളായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവൻ. ഒന്നും കൂടെ പറഞ്ഞാൽ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കായി വിശ്വസനം നേടി ഈ വേലയ്ക്കാക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നിടത്ത് അധികാരത്തോടെ ആക്കിയിരിക്കുന്നുവെന്ന് തിരിച്ചറിയുന്നവർ ഹല്ലേലൂയ. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടു പോ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. ആമേൻ. അപ്പൊ പരിശുദ്ധാത്മാവിന് അവൻ നേരെ ഓപ്പോസിറ്റ് അശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്ന് വരുന്നു, അശുദ്ധാത്മാവ് പിശാചിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു അവനെ ശാസിച്ചു. ആമേൻ. അതെ, നിന്റെ സമാധാനം ഹല്ലേലൂയ പിടിച്ച് അവനിൽ നിന്ന് പുറത്തു വരിക. ഹല്ലേലൂയ. ഇന്ന് ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയായി മാറുകയാണ്. ആമേൻ. നിന്റെ വാക്കുകളുടെ മുമ്പിൽ ചിലത് അടങ്ങാൻ പോകുകയാ, ചിലത് വിടുതൽ പ്രാപിക്കുവാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആര് പറഞ്ഞ അധികാരമുണ്ടെന്ന്? ഇന്ന് രാത്രി നിന്റെ മേലുള്ള അധികാരം നീ തിരിച്ചറിയാൻ പോകുകയാ. നിന്നെ ഒതുക്കാൻ നോക്കുന്ന, നിന്നെ മിണ്ടാതാക്കാൻ നോക്കുന്ന, നിനക്കെതിരെ ശബ്ദമുയർത്തുന്ന ആമേൻ വ്യക്തി ജീവിതങ്ങളുടെ ശത്രു ആമേൻ പാളയത്തിൽ വിള്ളൽ വീഴുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ ആമേൻ പറഞ്ഞ് എത്ര പേർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക.
ഹല്ലേലൂയ. എല്ലാ ദുരാത്മാക്കളുടെയും മേൽ യേശുവിന് സമ്പൂർണ്ണ ശക്തി ഉണ്ടായിരുന്നു. അത് യേശുവിനല്ലേ എനിക്ക് എങ്ങനെ ഉണ്ടാകുക? നീ ഒരു ദൈവ പൈതലാണോ? അവൻ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ അത് വിശ്വാസത്താൽ ഈ അധികാരം നീ മിസ്യൂസ് ചെയ്യാതെ അവൻ യൂസ് ചെയ്യത്തക്ക വിധത്തിൽ അവൻ നിന്റെ മേൽ അത് പകരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അത് യഹൂദന്മാരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു. എവിടെയാ കാണുന്നത്? നാം വായിച്ച അതേ വേദഭാഗം 1:23 മുതൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു. പള്ളി മെമ്പർഷിപ്പ് ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. പള്ളിയില് രജിസ്റ്ററില് പേരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പേര് മാത്രമല്ല, പള്ളിക്കകത്ത് പ്രധാന പുള്ളിയും കൂടെയാ. ഹല്ലേലൂയ. അവൻ പള്ളി പണിയിക്കാൻ വേണ്ടി അവൻ സ്ഥലം കൊടുത്തെന്ന് പറയാനുണ്ട്. പള്ളിക്ക് അത് മെയിൻ കവാടം വെച്ചത് ഞങ്ങളാണെന്ന് പറയുന്നവരുണ്ട്. പള്ളിക്ക് മണി മുഴങ്ങുമ്പോൾ അത് വാങ്ങാനുള്ള കാശ് കൊടുത്തത് ഞാനാണെന്ന് പറയാൻ കഴിയും. പക്ഷേ ബോധമില്ലാതെ ഹല്ലേലൂയ അശുദ്ധാത്മാവ് ബാധിക്കപ്പെട്ട് അതെ നേരത്തും കാലത്തും വീട്ടിലെത്താതെ അസഭ്യം പറഞ്ഞ് കറങ്ങി നടക്കുന്ന ചില വ്യക്തികളും കൂടെ ഉണ്ട് ഇവിടെ ഈ വീട്ടിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ പള്ളി പണിതാലോ, നീ മണി മേടിച്ചാലും നീ തറയിട്ടാലും, നീ മൊസൈക്ക് ഇട്ടാലും, നീ പണം കൊണ്ട് എന്ത് ചെയ്താലും അശുദ്ധാത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ നിനക്ക് സുബോധത്തോടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ മനുഷ്യനാണോ നീ മൃഗമാണോ മനസ്സിലാകത്തില്ല. ഒരു വല്ലാത്ത പരുവത്തിലാ. മനുഷ്യനാണെങ്കിൽ അവന് വീടുണ്ട്, അവന് ബന്ധങ്ങളുണ്ട്, അതൊക്കെ തിരിച്ചറിഞ്ഞ് നേരെ ചൊവ്വേ ജീവിക്കും. മൃഗമാണെങ്കിൽ അവനൊരു യജമാനനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് യജമാനൻ കൊടുക്കുന്ന പോച്ചയും തിന്ന് വെള്ളം കുടിച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കും. എന്നാൽ ഇവിടെ ഇതാ ആർക്കും അടങ്ങാത്ത, ആർക്കും ഒതുക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത ആത്മാവിന്, ആ ആത്മാവിന്റെ പേരാ സത്യവേദ പുസ്തകം പറയുന്നു. അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇന്ന് രാത്രി അതെ നിനക്കറിയാമോ, നിന്റെ അയൽപക്കത്ത്, നിന്റെ വീട്ടില്, നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ, നിന്റെ കൂടപ്പറപ്പില് ആരെങ്കിലും ഇങ്ങനെ ഒരു ആത്മാവിന് ഉണ്ടെന്ന് ബോധ്യമായാൽ അധികാരമുള്ള നീ കൽപ്പിക്കുമ്പോൾ അത് നിന്റെ മുമ്പിൽ അടങ്ങുവാൻ ഉതകുന്ന ഒരഭിഷേകത്തിന്റെ കൈമാറ്റം വിശ്വസിക്കുന്ന ദൈവമൈതലേ, അന്ധകാലത്ത് നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തനാകയാ. ഇന്ന് രാത്രി കേവലം ഒരു രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആരാധന കൂടി പോകുന്ന കേവലം ഒരു വ്യക്തിയാകാതെ ഈ അന്ത്യകാലത്ത് അശുദ്ധാത്മാക്കൾ അനേക കുടുംബങ്ങളെ, അനേക തലമുറകളെ, അനേക യുവാക്കന്മാരെ, അനേക പ്രിയപ്പെട്ടവരെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ചെയ്തതിലും അധികം ചെയ്യുമെന്ന് പറഞ്ഞ ശിഷ്യന്മാരെ അയച്ചതുപോലെ ഈ കാലഘട്ടങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കായി ചുക്കാൻ പിടിക്കുക അധികാരത്തോടെ ദൈവനാമത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഇട്ടുവിൽ നിൽക്കുക. കൃപ ലഭിച്ച ദൈവ പൈതല് അധികാരം തിരിച്ചറിഞ്ഞ് എഴുന്നേൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്ന് രാത്രി കർത്താവ് വരുന്നതിന് മുമ്പ് ഈ ദിവസങ്ങളിൽ നാം ഒന്ന് എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് രാത്രി അധികാരം തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊണ്ടുവരിക. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. അതെ, അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു. അനുഭവമുണ്ടോ? നീ നടന്നു പോകുമ്പോ ചിലര് പല്ല് കടിക്കുകയാ, നീ നടന്നു പോകുമ്പോ ചിലര് പല്ല് കടിച്ച് മുറങ്ങുകയാ, ചിലര് അയ്യം വിളിക്കുകയാ, ചിലര് നിലവിളിക്കുകയാ. കാരണം എന്താ? നീ ഒരു അഭിഷക്തനാണ്, നീ ഒരു അഭിഷക്തയാണ്, നിന്റെ പേരിൽ ഒരു അധികാരമുണ്ട്. നസ്രനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? അതെ, അധികാരമുള്ള ഒരു അഭിഷക്തൻ, അധികാരമുള്ള ഒരു ദൈവ പൈതൽ, അധികാരമുള്ള ഒരു വ്യക്തി നടന്നു പോകുമ്പോ നിലവിളിക്കും. ചില പ്രശ്നങ്ങൾ എതിരെ വരും. ഇവിടെ ഇതാ നസ്രനായ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ചുറ്റുപാടുമുള്ളവര് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി നീ പാടുമ്പോ, നീ പ്രസംഗിക്കുമ്പോ, ഹല്ലേലൂയ, നീ സൂക്ഷിക്കുമ്പോ ആളുകൾ ശ്രദ്ധിക്കത്തക്ക വിധത്തിൽ ചില നിലവിളികൾ ചിലരിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവരിലുള്ള അശുദ്ധാത്മാവിനെ പുറത്താക്കുവാനുള്ള ഒരു അധികാരം സ്വർഗം നിന്റെ മേൽ വെച്ചിട്ടുണ്ട്. നിലവിളി കേട്ട് ഓടിപ്പോകാതെ ആ നിലവിളിക്കുന്ന അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ
കരമടക്കി ആ ആത്മാവിനെ നിത്യതയ്ക്ക് വേണ്ടി നേടുവോ ഒരു അധികാരം നിന്റെ മേലുണ്ടെന്ന് തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിനെ മകനത്തോട് ഹല്ലേലൂയ. നസ്രനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? ഞങ്ങളെ നശിപ്പിക്കാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. നോക്കണേ, അശുദ്ധാത്മാവുള്ള ആ മനുഷ്യന് യേശു ആരാന്ന് നന്നായി അറിയാം. നിന്റെ വീട്ടില് ഈ അശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് അറിയാം നീ പ്രാർത്ഥിക്കുന്നവനാണ്, നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അത്ഭുതം നടക്കും. ആമേൻ. പക്ഷെ നീ പ്രാർത്ഥിക്കുന്ന നിനക്കറിവുണ്ടോ? ആമേൻ. ആരാധിക്കുന്ന നിനക്കറിവുണ്ടോ? ആമേൻ. ഈ വേദപുസ്തകം ചുമ്മിക്കൊണ്ട് നടക്കുന്ന നിനക്ക് നിന്റെ മേലൊരു അധികാരമുണ്ടെന്ന് തിരിച്ചറിവുണ്ടോ? അതെ, നിന്നെ കാണുമ്പോ അലറുന്ന, നിന്നെ കാണുമ്പോ ബഹളം വെക്കുന്ന, നിനക്കെതിരെ ചീറിയടിക്കുന്ന അശുദ്ധാത്മാവുള്ള മനുഷ്യനറിയാന്ന് നീ ആരാധ. ഹല്ലേലൂയ. ആമേൻ. നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധം തന്നെ എന്ന് പറഞ്ഞു. നോക്കണേ, യേശു കർത്താവിനെ കുറിച്ച് ആമേൻ അത് ശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ പറയുകയാണ്, ആമേൻ, നീ ആരെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി നീ ആമേൻ നീ ചുമ്മിക്കൊണ്ട് നടക്കുന്ന, പാടുന്ന, പ്രാർത്ഥിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ആമേൻ അത് ദൈവ പൈതലേ, നീ ആരാണെന്ന് നിനക്ക് ബോധമുണ്ടോ? അതെ, ആമേൻ. യേശു കർത്താവിനെ ആമേൻ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ അലറി വിളിച്ചിട്ട് പറയുകയാണ്, നീ ആരാന്നറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്. ആമേൻ. ഹല്ലേലൂയ. അവരെ വിട്ടു പോയെന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്ക നിലവിളിച്ച് അവനെ വിട്ടുപോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രി അധികാരം ആമേൻ ഉണ്ടെന്ന് തിരിച്ചറിയുന്നവർ, ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നവരെ വട്ടി കൊണ്ട് ആമേൻ അടിച്ച് തീർക്കാൻ പറ്റത്തില്ല, കത്തി കൊണ്ട് വെട്ടി തീർക്കാൻ പറ്റത്തില്ല, ജയിലിൽ കൊണ്ട് ഇട്ടാൽ തീരത്തില്ല. ആമേൻ. ഊളംപാറയിലോ ആമേൻ ആമേൻ പിന്നെ എവിടെയാ ആമേൻ 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 കുതിരവട്ടത്തോ കൊണ്ടിട്ടാൽ ഒക്കത്തില്ല. അധികാരം നിന്റെ മേലുണ്ട്. ആ അധികാരം ഉപയോഗിച്ച ചിലതിനെ ആമേൻ വിട്ടുവിക്കുവാൻ സ്നേഹിത, ദൈവം നിന്നെ വേർതിരിച്ചിരിക്കുക, ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുക. നിന്റെ അയൽവക്കത്ത്, നിന്റെ പഞ്ചായത്തില്, നിന്റെ വില്ലേജില്, നിന്റെ രാജ്യത്തില് ആർക്കും അടക്കാൻ പറ്റാത്ത ആമേൻ അശുദ്ധാത്മാക്കളുമായി നടക്കുന്ന ചിലതിന്റെ മേൽ അധികാരം ഉപയോഗിച്ച് സ്വതന്ത്രമാക്കുവാൻ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നവന് തിരിച്ചറിയുന്നവൻ ഇന്ന് രാത്രി കലമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അതേ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. ഹല്ലേലൂയ. അത് അക്കരയ്ക്ക് പോകാ എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. ആ യാത്രയിൽ ഒരുപാട് പ്രതികൂലങ്ങൾ തരണം ചെയ്യേണ്ടതായി വന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്റെ കൂടപ്പറപ്പേ, യാത്രയിൽ ഈ മരുഭൂപ്രയാണ യാത്രയിൽ പ്രതികൂലങ്ങൾ അനവധി തരണം ചെയ്യേണ്ടതായി വന്നേക്കാം. പക്ഷെ ഒരു പ്രതികൂലങ്ങൾക്കും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. കാരണം എല്ലാ നാളും ആമേൻ ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ഉയർന്നു പൊങ്ങിയ തിരമാലയ്ക്ക് നിന്നെ തകർക്കുവാൻ കഴിഞ്ഞത്. നിന്റെ വശത്ത് 1000 പേര് വീഴും, നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരത്തില്ല. കാരണം ഉറങ്ങാത്തവനായി, മയങ്ങാത്തവനായി, ഇസ്രായേലിന്റെ പരിപാലകനായ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ, തന്റെ ആത്മാവിനെ നിന്റെ അരികിൽ വിട്ടിട്ടുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ തീർന്നു പോകുവാൻ സമ്മതിക്കുന്നവനല്ല. നിന്നെ വിളിച്ചവർ, നിന്നെ ഏൽപ്പിച്ച ദൗത്യം ഈ ഭൂമിയിൽ ചെയ്ത് തീർന്നാൽ മാത്രമേ ഈ ലോകം വിട്ടു പോകുവാൻ സ്വർഗം അനുവദിക്കത്തുള്ളൂ. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും വചനത്തിന്റെ വെളിപ്പാടിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ ഇതൊരു പ്രവചനമായി, ഇതൊരു ദൂതായി ഇന്ന് രാത്രി ഇത് എന്നോടുള്ളതാണെന്ന് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അവൻ ഒരു തീച്ചൂളയ്ക്ക് നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല, ഒരു വെല്ലുവിളിക്കോ നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല, ഒരു നദിക്കോ നിന്നെ മുക്കുവാൻ കഴിയത്തില്ല, ഒരു കരടിക്കോ ഒരു സിംഹത്തിനോ നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി അധികാരം തിരിച്ചറിയുന്നവർ അവൻ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അവർ പടകിൽ നിന്ന് ഇറങ്ങി ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അഭിഷേകമുള്ളവർ, അധികാരമുള്ളവർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിപ്പാൻ, ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവർ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. ഇന്ന് രാത്രി ഉയരത്തിലെ
അധികാരം, ഉയരത്തിൽ അഭിഷേകം ഉള്ളവൻ എവിടെ ചെന്നാലും അവനെതിരെ ആമേൻ ചില അശുദ്ധാത്മാക്കൾ ആമേൻ എതിരിട്ട് വരും. അവൻ കൈയടിച്ച് മാലയിട്ട് സ്വീകരിക്കാനല്ല, അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാഞ്ഞു. നോക്കിക്കേ, യേശുവിന്റെ കാലത്ത് യേശു എവിടെ ചെന്നാലും അവൻ അശുദ്ധാത്മാക്കുള്ള വ്യക്തി ജീവിതങ്ങൾ അതേ ഒച്ചയും ബഹളവും വെച്ചൊക്കെ വരികയാ. ഇന്ന് അഭിഷേകമുള്ളവൻ ചെന്നിറങ്ങുമ്പോ പൂമാലയും പൊന്നാടയും പിന്നെ ബാൻഡ് സെറ്റും എഴുന്നള്ളത്തും, അയ്യോ എന്തൊരു ആർഭാടമാണ്. ഹല്ലേലൂയ. ആമേൻ പടക്കം പൊട്ടിക്കായിരുന്നെങ്കിൽ അതും കൂടെ പൊട്ടിച്ചേനെ. എന്നാൽ എന്റെ കർത്താവ് അധികാരമുള്ളവൻ എവിടെ ചെന്നോ അവിടെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില അശുദ്ധാത്മാക്കളെ പുറത്താക്കി അവരെ നിത്യജീവൻ അവകാശമാക്കുന്ന ഒരു ശുശ്രൂഷ വെളിപ്പെടുന്നത് കാണുന്നു. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അധികാരമുള്ള നിന്റെ മേൽ പൊന്നാടയോ പൂമാലയോ ഇടുന്നത് എനിക്ക് വിഷയമല്ല. പക്ഷേ നീ ഇറങ്ങുന്നെടുത്ത് അശുദ്ധാത്മാക്കളുള്ള വിടിവിക്കപ്പെടുവാൻ തക്കവണ്ണം അത്രേ ഉയരത്തിൽ അധികാരം സ്വർഗം നിന്റെ മേൽ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ബെൻസ് കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ, പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആരവവുമായി വന്ന് പുഷ്പവും കൊടുത്ത് ബാൻഡ് സെറ്റ് അകമ്പടിയോടെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നെന്നല്ല. പിന്നെ കാണുന്നത് എന്താ? പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. ഹല്ലേലൂയ. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു. ഹല്ലേലൂയ. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ട് അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ച് വിലങ്ങ് ഉരുമി ഒടിച്ച് കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിൽ മലകളിലും ഇടപെടാതെ നിലവിളിച്ചു തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു പോന്നു. ഹല്ലേലൂയ. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. നോക്കിക്കേ, അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ ആർക്കും അടക്കുവാൻ കഴിയാതെ വളരെ ജനങ്ങൾക്ക് ഭീതിയായി ഭയം ഉളവാക്കി അത് വല്ലാത്ത ഒരു പ്രാകൃത രൂപത്തിലായിരിക്കുന്ന അവൻ ഓടിച്ചെന്ന് എന്റെ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് അവനെ നമസ്കരിച്ചു. നിന്റെ മേൽ അഭിഷേകമുണ്ടോ? നിന്റെ മേൽ കൃപയുണ്ടോ? നിന്റെ മേൽ ആത്മാവുണ്ടോ? അധികാരമുണ്ടോ? പൊന്നാട കിട്ടിയില്ലെങ്കിലും പൂമാല കിട്ടിയില്ലെങ്കിലും ഫ്ലെക്സ് ബോർഡ് ഒട്ടിച്ച് കണ്ടില്ലെങ്കിലും അഭിഷേകമുള്ള നീ ഇറങ്ങിച്ചെല്ലുന്നെടുത്ത് അന്ധകാരത്തിൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന നാട്ടിൽ തലവേദനയായിരിക്കുന്ന നിത്യ നരകത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന പൈശാചികനാൽ പിടിക്കപ്പെട്ട അശുദ്ധാത്മാക്കളാൽ പിടിക്കപ്പെട്ട ചിലതിനെ പുറത്തെടുക്കുക, സ്വതന്ത്രമാക്കുക. അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ, അധികാരം നിന്റെ മേലുണ്ടെങ്കിൽ ഭൂമിയുടെ അറ്റത്തോളം സഞ്ചരിക്കുക. വിളിയുള്ള ദർശനമുള്ള കാഴ്ചപ്പാടുള്ള അഭിഷക്തന്മാർ പുറത്തു വരട്ടെ. അധികാരമുള്ളവർ പുറത്തു വരട്ടെ. യവനക്കാരി മാതാവേ, പിതാവേ, ഇതിനാ സ്വർഗം നിന്നെ അധികാരത്തോടാക്കി വെച്ചിരിക്കുന്നതാ. ഇന്ന് രാത്രി സ്റ്റേജ് മാറി പോകുന്നതല്ല. പിന്നെയോ അന്ധകാര നിബിഡമായ ലോകത്ത് മാതാപിതാക്കൾ അടങ്ങാത്ത, കൂടപ്പുറപ്പിന് അടങ്ങാത്ത, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ അടങ്ങാത്ത, മാനസികമാണോ ഭ്രാന്താണോ പറയാൻ പറ്റാത്ത വല്ലാത്ത നിലവാരത്തിൽ തലവേദനയായി അശുദ്ധാത്മാക്കൾ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തെ പുറത്തെടുക്കുവാൻ ഉലകത്തിൽ അധികാരമുള്ളവർ ആരാണെന്ന് ചോദിച്ചാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളായി ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ചു കർത്താവിന് ഹല്ലേലൂയ. 4 ഭിത്തിക്കകത്ത് കൈയടിച്ച് ബഹളം വെച്ച് ഒച്ചപ്പാടുണ്ടാക്കി സന്തോഷിക്കുവാൻ മാത്രമല്ല അധികാരം സ്വർഗം നൽകിയിരിക്കുന്നത്. തലവേദനയായിക്കൊണ്ടിരിക്കുന്ന ക്രിമിനൽ കേസുകൾ ആർക്കും പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ അശുദ്ധാത്മാക്കളാൽ ബാധിക്കപ്പെട്ട് ആരെക്കൊണ്ട് വാങ്ങിക്കൊണ്ട് ഒരു അധികാരികൾക്കോ ഡോക്ടേഴ്സിനോ അതുപോലെ ആർക്കും അടക്കുവാൻ പറ്റാത്ത നിലയിൽ
ആമേൻ രോഗമാണോ, ആമേൻ ഇന്ന് രാത്രി വേഗത്തിൽ ദൈവാത്മാവ് നൽകിയ ദൂത പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ. ഹല്ലേലൂയ. അവൻ ഉറക്കം നിലവിളിച്ചു, യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ്, എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. എന്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനവധി അനുഭവങ്ങൾ പറയുവാനുണ്ട്. ആമേൻ. ചെറുപ്രായം ഏകദേശം 17 വയസ്സുള്ളപ്പോൾ മുതൽ ഈ കർത്താവിന്റെ വചനവുമായി ശുശ്രൂഷിക്കുവാൻ കർത്താവ് വിവിധ ഇടങ്ങളിൽ അയച്ചു തുടങ്ങി. ഹല്ലേലൂയ. 21ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു. ആമേൻ. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവുമായി കോഴിക്കോട്, ആമേൻ, അത് ചെമ്പനോട് എന്ന് പറയുന്ന സ്ഥലത്ത്, ആമേൻ, കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുമ്പോൾ, ആമേൻ, അതെ ഞങ്ങൾ പോകുമ്പോൾ ചിലര് തടഞ്ഞു നിർത്തി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കണ്ടുപോയേക്കരുത്, ഇവിടുന്ന് ഓടിക്കോടാം, ആമേൻ, ഇവിടെ വേണ്ട. ആമേൻ. പാലക്കാടിന്റെ മണ്ണിൽ വന്നപ്പോൾ പല പ്രാവശ്യം, ആമേൻ, ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നു. അടിയേറ്റു. എൻ്റെ ഭാര്യ എന്റെ മുമ്പിലിട്ട് അടിക്കുന്നത് ഞാൻ കണ്ടു, എൻ്റെ കുഞ്ഞിനെ തല്ലുന്നത് കണ്ടു. പക്ഷേ പ്രതികരിക്കുവാൻ, അതെ, ആമേൻ, ഒരു പുരുഷൻ എന്ന നിലയിൽ പ്രാപ്തി ഉണ്ടെങ്കിലും, ആമേൻ, അതെ, ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിടും കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചത് കൊണ്ട് അവരുടെ മുമ്പിൽ താണിരിക്കുവാൻ തയ്യാറായപ്പോൾ സ്വർഗത്തിലെ ദൈവം മാനിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അടിച്ചവരെ മുക്കി സ്നാനപ്പെടുത്തി ദൈവസഭയുടെ അംഗമാക്കുക മാത്രമല്ല, എന്നിലും ശക്തരായ ശുശ്രൂഷകരായ ഇന്ന് കർത്താവ് അവരെ ഉപയോഗിക്കുവാൻ, ആമേൻ, ഇടയായി തീർന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്ന ഞാനും നീയും ചെല്ലുന്നെടുത്ത് ചില, ആമേൻ, അശുദ്ധാത്മാക്കൾ, ആമേൻ, ഒച്ച വെച്ച് ബഹളം വെച്ച് അശുദ്ധാത്മാവിനാൽ ബാധിക്കപ്പെട്ടവര് വരുമ്പോൾ, ആമേൻ, അധികാരം തിരിച്ചറിഞ്ഞ് അതിനെ ശാസിക്കുവാൻ, അതിനെ പുറത്താക്കുവാൻ അധികാരമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, അപ്പ പിതാവെ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ ഞാനും നീയും പ്രാപിച്ചിരിക്കുന്നത് എന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ ഭാര്യ പലപ്പോഴും പേടിച്ചു നിന്നിട്ടുണ്ട്. കാരണം ആമേൻ, ചില ഭൂതാത്മാക്കൾ, ആമേൻ, അതെ, വചന ശുശ്രൂഷ സമയത്ത്, ആമേൻ, ഉരുണ്ട് മറിഞ്ഞ് വസ്ത്രം പോലുമില്ലാതെ, ആമേൻ, ബഹളം വെച്ച്, ആമേൻ, അവരെ ഒക്കെ തൊടാതെ കണ്ട് വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേലുള്ള അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നത് കാണുക, ആമേൻ, അത് കണ്ണുകൾക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അവരൊക്കെ ദൈവസഭയുടെ അംഗങ്ങളായി ഇന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അനുഭവത്തെ ഗണ്ണിക്കുവാൻ ആർക്കും കഴിയത്തില്ല. നിന്റെ മേൽ ഒരു അധികാരമുണ്ടോ, നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ടോ? ആമേൻ. അഭിഷേകമില്ലാത്തവൻ വിമർശിച്ചേക്കാം, അഭിഷേകമില്ലാത്തവൻ അഭിപ്രായം പറഞ്ഞേക്കാം. ഒതുങ്ങിപ്പോകരുത്. ഉയരത്തില് അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ വിമർശിക്കുന്നവരുടെ മുമ്പിൽ, ആമേൻ, ആമേൻ, വിരൽ ചൂണ്ടുന്നവരുടെ മുമ്പിൽ അധികാരത്തോടെ നിന്നെ നിർത്തുവാൻ, ആമേൻ, നിന്നെ വിളിച്ചവൻ ശക്തൻ ഇന്ന് രാത്രി തിരിച്ചറിയുന്നവൻ ഒരിക്കൽ കൂടെ. ഹല്ലേലൂയ. റമന ശബ്ദരഗദഗസ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. അത് ഒത്തിരി അനുഭവങ്ങൾ പറയുവാനുണ്ട്. ആമേൻ. നിന്നെ കത്തിക്കും, നിന്നെ വെട്ടി പീസാക്കും. അങ്ങനെ പറഞ്ഞ പലരും പീസായി പോയി, അങ്ങനെ പറഞ്ഞ പലരും തകർന്നു പോയി. ഇന്ന് ഞാൻ പാർക്കുന്ന വീട്ടിനകത്ത്, ആമേൻ, ഞാൻ ആയിരിക്കുമ്പോൾ, ആമേൻ, ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. ആമേൻ. ഒരു മാന്യ വ്യക്തി, ആമേൻ, എന്നോട് പറഞ്ഞു, വിട്ടുപോക്കണം, ഇവിടെ നിന്നേക്കരുത്. ഹല്ലേലൂയ. സോറി ബ്രദറെ, എനിക്കും നിങ്ങൾക്കും തമ്മിൽ, ആമേൻ, ഒരു ബന്ധവും ഇല്ല. ആമേൻ. അത് ഞാൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആമേൻ. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ആമേൻ, ഞാൻ വിസ്താര ഭയത്താൽ പേര് പറയുന്നില്ല, ആമേൻ, ചില നാളുകൾ കഴിഞ്ഞില്ല, ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ആമേൻ, അതെ, ഞാൻ കണ്ടത്, ഞാൻ കേട്ടത് മലയാള മനോരമ പേപ്പറിന് അകത്ത്, ആമേൻ, അതെ, അതെ, സൂയിസൈഡ് ചെയ്ത്, ആമേൻ, തൂങ്ങി മരിച്ച ചിത്രവുമായി. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. ആമേൻ. എന്താ കാരണം? ആമേൻ. ഇന്ന് രാത്രി നിന്നെ തൊടുന്നവർ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് തൊടുന്നത്. നിന്റെ മേൽ അധികാരമുണ്ട്. ആമേൻ. ഇന്ന് രാത്രി ഞാനല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാ. ഇന്ന് രാത്രി അത് നാം കഴിക്കുന്ന ആഹാരത്തിന്റെ ബലം കൊണ്ടോ, നാം പഠിച്ച ഡിഗ്രിയുടെ ബലം കൊണ്ടോ, ആമേൻ, നാം സമ്പാദിച്ച പണത്തിന്റെ പ്രവൃത്തി കൊണ്ടോ വെളിപ്പെടുന്ന ഒരു ശുശ്രൂഷയല്ല. ആമേൻ. ഉയരത്തിൽ നിന്ന് പ്രാപിക്കുന്ന ശുശ്രൂഷ. അക്ഷരം, ആമേൻ, ഹല്ലേലൂയ, അതെ, കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അതെ, മുഴങ്കാൽ മടക്കി പ്രാപിച്ച അഭിഷേകവുമായി മുമ്പോട്ട് പോയ അഭിഷക്തന്മാർ പോയെടുത്തെല്ലാം പ്രതികൂലമുണ്ടായിരുന്നു, പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ അവരെ കൊണ്ട് ദൈവം എന്തൊക്കെ ഈ ഭൂമിയിൽ ചെയ്തെടുക്കുവാൻ അതെ മുൻ കണ്ടിട്ടുണ്ടോ, അത് ചെയ്ത് തീർന്നതിന് ശേഷം ഒരു സെക്കൻഡ് പോലും ഈ ഭൂമിയിൽ ആമേൻ ജീവിക്കുവാൻ ദൈവം അവരെ അനുവദിച്ചില്ല. ഇന്ന് രാത്രിയിലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, എന്നെ കൊണ്ട് ഈ ഭൂമിയിൽ ചെയ്തെടുക്കുവാൻ ദൈവം കണ്ടിരിക്കുന്നത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് എന്നെ എടുക്കുവാൻ ആമേൻ തമ്പുരാൻ ആമേൻ അനുവദിക്കത്തുള്ളൂ.
ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ തന്നെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നീ ഒരു ദൈവ പൈതലാണോ? നിന്റെ മേൽ ഒരു അധികാരമുണ്ടെങ്കിൽ ആമേൻ, നിനക്ക് പൊന്നാട ഇടുവാൻ, ആമേൻ, നിന്നെ ആനയിച്ചു കൊണ്ടുപോകുവാൻ ആമേൻ ആരുമില്ലായിരിക്കും. പക്ഷേ നീ ഇറങ്ങി ചെല്ലുന്നിടത്ത് നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ, നിനക്ക് പ്രതികൂലമുണ്ടെങ്കിൽ, ആ പ്രതികൂലത്തെ കണ്ട് ഭീരുവായി നിൽക്കാതെ അതിനെ ശാസിച്ച് ആമേൻ, ആ ഭീരുവ, ആ ഭയപ്പെടുന്ന, ആമേൻ, ആ ഭയപ്പെടുത്തുന്ന ആ വ്യക്തിയുടെ മേലുള്ള ആ ശുദ്ധാത്മാവിനെ പുറത്താക്കി അവയെ നിന്നോട് ചേർന്ന് നിത്യതയ്ക്ക് അവകാശമാക്കി മാറ്റുന്ന ഒരു ആത്മീയ ശുശ്രൂഷ സ്വർഗം നിന്റെ മേൽ പകർന്നിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി എഴുന്നേൽക്കുവാൻ അതെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ആലോചന പറയുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന്റെ മകനെ കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേർ ലഗിയോൻ, ഞങ്ങൾ പലർ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അശുദ്ധാത്മാവുള്ള മനുഷ്യൻ പറയുകയാണ്, ആമേൻ, അത് എന്റെ പേർ ലഗിയോൻ, ഞങ്ങൾ പലർ ആകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. പല സ്വഭാവമാണ്. ആമേൻ. പല സമയത്ത് പല രീതിയാ. ആമേൻ. അവൻ ഇവൻ ആരാന്ന് ആർക്കും പിടിയില്ല. ആമേൻ. ഒരു സമയത്ത് നല്ലതായിരിക്കും, പെട്ടെന്ന് അവന്റെ സ്വഭാവം മാറുന്നത്, അവന്റെ രീതി മാറുന്നത്, അവന്റെ ഇടപാട് മാറുന്നത്. പലരും പറയുന്നു ഇവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഇവൻ ശരിയല്ലെന്ന്. അവന്റെ കുഴപ്പമല്ലെന്നേ, അവന്റെ മേലുള്ള അശുദ്ധാത്മാവ അവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ അധികാരം ഉപയോഗിച്ച് ആമേൻ അവരെ ആമേൻ സ്വതന്ത്രനാക്കുവാൻ ദൈവം നിന്നെ ബലപ്പെടുത്തും. സഹോദര, സഹോദരി, സ്നേഹിത, ഇന്ന് രാത്രി കരഞ്ഞൊതുങ്ങാതെ, തകരാതെ ഇന്ന് രാത്രി തടകുടഞ്ഞ് എഴുന്നേൽക്കുവാൻ സ്വർഗം നിന്നെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നാട്ടിൽ നിന്ന് ഞാൻ തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. ഹല്ലേലൂയ. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അവിടേക്ക് അതിനെ പറഞ്ഞയക്കുവാൻ തക്കവണ്ണം ഇടയായി. ആമേൻ. ഹല്ലേലൂയ. ആ സഹോദരൻ വിടുവിക്കപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 38-ാം വാക്യം, നസ്രനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെ ഇരുന്നതും കൊണ്ട് അവൻ നന്മ ചെയ്തു പിശാചു ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചപ്പോൾ ഹല്ലേലൂയ, ആമേൻ, ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അങ്ങനെയെങ്കിൽ നീ ഒരു മനുഷ്യനാണെങ്കിൽ ഹല്ലേലൂയ, യേശു കർത്താവിനെ അഭിഷേകം ചെയ്ത ദൈവത്തോട് ആമേൻ പറയണം, ദൈവമേ, ഈ അഭിഷേകം എനിക്കും വേണം. ഹല്ലേലൂയ. അതെ, ആമേൻ, എലീശ ആമേൻ ഏലിയാവിനോട് ആവശ്യപ്പെട്ടു, നിന്റെ മേലുള്ള ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഹല്ലേലൂയ. ഏലിയാവിന്റെ ബാങ്കിലുള്ള പണത്തിന്റെ ഇരട്ടി വേണമെന്നല്ല പറഞ്ഞത്, ആമേൻ, അവന്റെ മേലുള്ള ആത്മാവിന്റെ ഇരട്ടി. ഹല്ലേലൂയ. അത് ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, ഏലിയാവ് ചെയ്യുന്നതിനേക്കാൾ അധികം നിനക്ക് ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ആമേൻ, ഞാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അഭിഷേകമുണ്ട്, ശക്തിയുണ്ട്, പോരല്ലേ? ദൈവം കൂടെ ഇരുന്നത് കൊണ്ട് ഇന്ന് പലർക്കും അഭിഷേകമുണ്ട്, പലർക്കും ശക്തിയുണ്ട്, പക്ഷെ ദൈവം കൂടെയില്ല. ദൈവം കൂടെ ഇരുന്നെങ്കിൽ മാത്രമേ നന്മ ചെയ്യാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. കറുത്ത് കൈക്ക് ഉപ്പ് തേക്കാത്ത ആളുകളിലെ ഭയങ്കര അന്യഭാഷയാ, ഭയങ്കര പ്രാർത്ഥനയാ, ഭയങ്കര പ്രസംഗമാ, പക്ഷെ അറുത്ത കൈക്ക് എന്തില്ല, ഉപ്പ് തേക്കില്ല. ഹല്ലേലൂയ. ആമേൻ. മക്കളുടെ പേരിലും കൊച്ചുമക്കളുടെ പേരിലും പിന്നെ ഉണ്ടാകാൻ പോകുന്ന പേരമക്കളുടെ പേരിലും പിന്നെ ആമേൻ വരാൻ പോകുന്ന മരുമക്കളുടെ പേരിലും ആമേൻ കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ആമേൻ അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആരാധിക്കുന്ന സഭയിലെ ആരാധിക്കുന്ന കൂടെയുള്ളതിന് ആമേൻ ദാരിദ്ര്യമാണെന്ന് കണ്ടാലും എന്ത് ചെയ്യത്തില്ല, മൈൻഡ് ചെയ്യത്തില്ലെന്ന്. ആമേൻ. അയ്യോ സഹോദര, ആമേൻ, എന്താ ഉപവാസമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആമേൻ. അതെ, ഉയരത്തിലെ അഭിഷേകമുള്ളവൻ, ഉയരത്തിലെ ശക്തിയുള്ളവൻ, അവന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് അവന് നന്മ ചെയ്യാതിരിക്കാൻ പറ്റിയില്ലെന്ന്. ഹല്ലേലൂയ. നന്മ ചെയ്യുക. ഹല്ലേലൂയ. പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ എവിടെ പോയാലും എവിടെ സഞ്ചരിച്ചാലും പിശാച് ബാധിച്ചവരെ, ഹല്ലേലൂയ, പിശാച് ബാധിച്ചവരെ അവൻ എന്ത് ചെയ്യും? സൗഖ്യമാക്കുക. ആമേൻ. നന്മ ചെയ്യും, നന്മ ചെയ്യും. സ്നേഹിത,
ഈ പറയുന്നത് വല്ലതും അല്ലാതെ വല്ലതും ചെയ്യുന്നുണ്ടോ? ആമേൻ. എന്നെ അടുത്തറിയുന്നവരോട് ചോദിച്ചാൽ ആമേൻ അവർ പറയും ആമേൻ 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 ഹല്ലേലൂയ. എന്റെ ബാങ്കിന്റെ ആമേൻ അതെ അക്കൗണ്ടിൽ എന്തോ ഉണ്ടെന്ന്, പക്ഷെ ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞാലും വിശ്വസിക്കാത്തവരുണ്ടാകും, നിഷേധിക്കുന്നവരുണ്ടാകും. പക്ഷെ എന്റെ ഇല്ലായ്മയിലും എന്റെ ദൈവം തരുന്നതിന്റെ ഒരു ഭാഗം ആമേൻ ചെയ്യുന്നത് കൊണ്ട് ഇന്നും ആമേൻ നന്മ മുടങ്ങാതെ അന്നെന്നുള്ളത് ഞാൻ ആമേൻ കടമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. അഹങ്കരിക്കാതിരിക്കുവാൻ, ധനവാനായിട്ട് അഹങ്കരിക്കാതിരിക്കുവാൻ, സമ്പന്നനായിട്ട് അഹങ്കരിക്കാതിരിക്കുവാൻ, ദരിദ്രനായിട്ട് മോഷ്ടിക്കാതിരിക്കുവാൻ അന്നെന്നുള്ളത് തരണമേ എന്ന എന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി അവിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എന്റെ ദൈവം എന്നെ നടത്തുന്ന വിധങ്ങൾ ഓർത്താൽ എനിക്ക് നന്ദി പറയാതിരിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ഞാൻ എവിടെയൊക്കെ കർത്താവിന്റെ വേലയുടെ മുഖത്തായിരുന്നോ എനിക്ക് ലഭിക്കുന്ന നന്മയുടെ ഒരു വിഹിതം എത്തേണ്ടടുത്ത് കൃത്യമായി എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും പ്രാഗൽഭ്യത്തോടുകൂടെ നിന്ന് ഈ വചനം ശുശ്രൂഷിപ്പാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പത്തേല് വല്ലാതെ ആകും. ഈ ദുഷ്ടതലമുറയ്ക്ക് അങ്ങനെ ഭവിക്കും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആമേൻ ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന, തെറ്റിദ്ധരിക്കരുത്, A മുതൽ Z വരെയുള്ള പേരിന്റെ അക്ഷരങ്ങൾ ചേർത്ത് ഇന്നിവിടെ കാണുന്ന ആമേൻ സഭയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളെതിരെ ജയിക്കില്ല എന്ന് പറഞ്ഞ നാഥൻ സ്ഥാപിച്ച ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ഒരു ദൈവ പൈതല് സത്യം അറിഞ്ഞിട്ട് പിന്മാറി ആമേൻ ലോകത്തിലേക്ക് പോയ, അവനിൽ നിന്ന് ഇറങ്ങിപ്പോയ അശുദ്ധാത്മാക്കൾ അവനിലേക്ക് തിരിച്ചു വരുമ്പോൾ ആമേൻ വേറെ ആമേൻ തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ആമേൻ. ഈ ദുഷ്ട തലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. അതുകൊണ്ട് തലമുറകൾ വളരെ ഭയപ്പെട്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി വിശുദ്ധി ഉള്ളവരായി ജീവിക്കുവാൻ പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, അയ്യോ എല്ലാവരും പ്രാർത്ഥനക്കാരല്ലേ? ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ കർത്താവിന്റെ ശിഷ്യന്മാരായി ജീവിക്കുവാൻ കൃപ ലഭിച്ചപ്പോൾ ഹല്ലേലൂയ ആമേൻ വെറും പ്രാർത്ഥന മാത്രമല്ല, അവർ അനുഗ്രഹീതരായ പ്രസംഗികരും കൂടെ ആയിരുന്നു. മാത്രമല്ലതേ അവർ എഴുത്തുകാരും കൂടെ ആയിരുന്നു. ഇന്ന് ഒത്തിരി എഴുത്തുകാരുള്ള ലോകമാ, ഒത്തിരി പ്രാസംഗികരുള്ള ലോകമാ, ഒത്തിരി പ്രാർത്ഥന ഉള്ള ലോകമാ. എന്നാൽ അപ്പോസ്തലിക ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രാർത്ഥനയുണ്ട്, പ്രസംഗമുണ്ട്, ആമേൻ എഴുത്തുണ്ട്. അതെ, രോഗികളെ കണ്ടാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ശുശ്രൂഷയുമായി മുമ്പോട്ട് പോകുവാൻ അധികാരം പ്രാപിച്ച അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടുത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവിടെ പൊന്നാണ് ഇടാൻ വേണ്ടി, അതെ പൂമാലയും കൊണ്ട് വന്ന്, അല്ലെങ്കിൽ ബൊക്ക തരാൻ വേണ്ടി വന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. ഗ്ലോറി ഒന്നും വരത്തില്ല, ആമേനൊന്നും വരത്തില്ല. ആമേൻ. എന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നിൽ അഭിഷേകമുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ലൈവിലൂടെ ഇഷ്ടംപോലെ ആളുകൾ ശുശ്രൂഷിക്കുന്നുണ്ട്. നല്ലതാ. കാരണം എന്താ? ആമേൻ. പണ്ടത്തെ പോലെ ഇറങ്ങിപ്പോയി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ആമേൻ. ഞാനും അനേക ദൈവദാസന്മാരുമായി കണക്റ്റായി ആമേൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവവചനം ശുശ്രൂഷിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ദൈവം നൽകി തന്നു. ആമേൻ. സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ. ആമേൻ. ചിലരൊക്കെ പറയാ ആമേൻ എന്റെ ഫോട്ടോ അത്ര ഭംഗിയല്ലേ. ഹല്ലേലൂയ. അതുകൊണ്ട് കാണാൻ കൊള്ളുന്ന ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആമേൻ ഒന്ന് ആളെ കൂട്ടി, അയ്യോ അങ്ങനെ ഒരു പരിപാടി ആയിരുന്നോ ആമേൻ കർത്താവ് ചെയ്തത്? ഹല്ലേലൂയ. ആമേൻ. ഈ ആളെ കൂട്ടിയിട്ട് ആമേൻ പ്രസംഗിക്കുന്ന പരിപാടി ആരാ ചെയ്തെന്നറിയാമോ? ആമേൻ ലോകമാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ കാണുന്നില്ലേ, നേതാക്കന്മാര് വരണമെങ്കിൽ ആമേൻ അണികൾ ഇവിടെ നിരക്കണം, എന്നാലേ അവർ വരത്തുള്ളൂ, അവർ പ്രസംഗിക്കത്തുള്ളൂ.
ഹല്ലേലൂയ. ഇന്ന് ലൈവിലും അങ്ങനെയാ. ആമേൻ. ലൈവില് ആളുകൾ വരുവോ എന്നാലേ പ്രസംഗം വരത്തുള്ളതേ. എന്റെ കർത്താവ് ആരുമില്ലാത്തടത്ത് നിന്ന് പ്രസംഗിച്ചപ്പോഴാ അതേ മുക്കുവനായ പത്രോസ് മാനസാന്തരപ്പെട്ടത്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ട്. അധികാരം നിന്റെ മേലുണ്ടോ? അഭിഷേകം നിന്റെ മേലുണ്ടോ? ജഡമുടയണം, ഈഗോ ഉടയണം. അതേ കാഴ്ചപ്പാട് മാറണം. അതേ മാനവരാശിയുടെ അതേ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായി തീരുവാൻ ഇറങ്ങി വന്നവർ. ഹല്ലേലൂയ. അവനെ വിശ്വസിക്കുന്നവരുണ്ടോ എന്ന് കണ്ടിട്ടല്ല അവൻ യാഗമാകാൻ സമർപ്പിച്ചത്. അവൻ യാഗമായി കഴിഞ്ഞ് വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരമുണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി മനസ്സിലാക്കിയവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ആമേൻ. ദൈവദാസനെ വിമർശിക്കുകയാണ്, ഒരിക്കലും വിമർശിക്കുകയല്ല. ആമേൻ. ചിലരുടെ ആമേൻ ചില ആമേൻ അതെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഈ ദിവസങ്ങളിൽ ദൈവസനെ ഇരുന്ന് ചിന്തിച്ചപ്പോ ദൈവത്തിന്റെ ആത്മാവിന്റെ അകത്ത് തന്ന ദൂത് ഞാൻ അങ്ങ് പറയുക. ആമേൻ. സ്നേഹിത, നിന്നെ കണ്ടിട്ട് ആരും സ്വർഗത്തിൽ എത്തത്തില്ല. ആമേൻ. നിന്നിലൂടെ എന്റെ കർത്താവിനെ കാണട്ടെ. എന്റെ വാക്ക് കൊണ്ടോ എന്റെ ശൈലി കൊണ്ടോ എന്റെ ഇടപാട് കൊണ്ടോ ആർക്കും സ്വർഗത്തിലെത്താൻ പറ്റത്തില്ല. പക്ഷേ എന്റെ പാട്ടിലൂടെ എന്റെ പ്രസംഗത്തിലൂടെ എന്റെ യേശുവിനെ കാണുവാനിടയായ എന്റെ യേശുവിനെ അവർക്ക് വെളിപ്പെട്ട അവരുടെ പാപം ഉപേക്ഷിച്ച അവർ യേശുവിനെ സ്വീകരിപ്പാനിടയാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ജഡമൊന്ന് ഉടയട്ടെ, ജഡ സ്വഭാവമൊന്ന് പോകട്ടെ, തകരട്ടെ. അതാണല്ലോ സ്നാനം. പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? ക്രൂശിക്കണമെന്നേ. ഈ പഴയ മനുഷ്യൻ ക്രൂശിക്കാത്തത് കൊണ്ടാ ഈ പിരികമൊക്കെ ഒന്ന് വടിച്ച് ആമേൻ ഒന്ന് കാണാൻ ഗ്ലാമറൊക്കെ ആയി ഒന്ന് നിന്നാൽ കൊള്ളാമെന്ന് തോന്നുന്നത്. ഇങ്ങനെയുള്ള ചിന്തയൊക്കെ ആമേൻ കളഞ്ഞെങ്കിൽ മാത്രമേ നിന്നിലുള്ള അഭിഷേകം, നിന്നിലുള്ള ആത്മീയ മനുഷ്യൻ അത് വെളിയിൽ വെളിപ്പെടത്തുള്ളൂ. അത് കാണുന്നെങ്കിൽ മാത്രമേ ആമേൻ പിശാചുക്കൾ വറയ്ക്കത്തുള്ളൂ. അത് കണ്ടെങ്കിൽ മാത്രമേ പാപികൾ മനം പിരിയത്തുള്ളൂ. ഹല്ലേലൂയ. സെറ്റപ്പ് കൊണ്ടൊന്നും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടത്തില്ല. ഉയരത്തിൽ ആത്മാവിന്റെ അഭിഷേകം നിന്നിലൂടെ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ, തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടുത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. ഹല്ലേലൂയ. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് തിരിഞ്ഞ് നോക്കി അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടു പോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഒരു കാര്യം ഇതിനകത്തുനിന്ന് മനസ്സിലായത്, ആമേൻ, പരസ്യം ആമേൻ അത് വെളിപ്പെടുത്തുവാൻ പറ്റിയ ആൾക്കാരാണ് ആര്? ഈ കൂട്ടര്. ഹല്ലേലൂയ. നോക്കിക്കേ. ആമേൻ. അതെ, ഇവർ ഹല്ലേലൂയ ആമേൻ ആരാണ്? അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. ഹല്ലേലൂയ. അപ്പോ അഡ്വൈസ്മെന്റ് കൊടുക്കാൻ ഇവരെ പോലെ കഴിവും പ്രാപ്തിയും മിടുക്കലുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. എന്തൊക്കെ രീതിയിൽ ഇന്ന് അഡ്വൈസ്മെന്റ് അല്ലേ? ഈ അഡ്വൈസ്മെന്റ് ഒക്കെ അരുമനാഥനെ ഉയർത്തുന്നതാകും. നിന്റെ ഗ്ലാമറും നിന്റെ ഭംഗിയും നിന്റെ വേഷവിധാനവും കാണിക്കുന്നതാകാതെ ആമേൻ നിന്നിലൂടെ ആമേൻ നീ ചെറുതാകുക. നിന്നിലൂടെ എന്റെ യേശു വെളി വരട്ടെ. ഹല്ലേലൂയ. നീ അഡ്വൈസ്മെന്റ് കാണിക്കുമ്പോൾ അവിടെ യേശുവിന്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ. നീ താഴെ ആമേൻ നീ താഴുന്തോറും അത് നീ പ്രസംഗിക്കുന്ന യേശു നിന്നിലൂടെ വെളിയിൽ വരും. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടു പോകുവാൻ. അപ്പോ ഈ അഡ്വൈസ്മെന്റ് കൊടുത്തു വരുന്ന വ്യക്തിയെ പൗലോസ് തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഇവന്റെ അകത്ത് സാധനം ഏതാ? പരിശുദ്ധാത്മാവല്ല, പിന്നെ അശുദ്ധാത്മാവാ. ഓ, പിടികിട്ടിയവർ, മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ലോകത്തില് എന്തെങ്കിലും പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ ഭയങ്കര അഡ്വൈസ്മെന്റ് അല്ലേ? ഭയങ്കര അഡ്വൈസ്മെന്റ് അല്ലേ? ഏതെല്ലാം നിലയിൽ അഡ്വൈസ്മെന്റ് കൊടുക്കാമോ അതൊക്കെ ആമേൻ ഒരു മാസം മുമ്പേ എന്ത് ചെയ്യും?
ചിലരങ്ങനെയാണ്. ആമേൻ ആമേൻ. ഞാൻ പ്രസംഗിക്കണമെങ്കിൽ അഡ്വൈസ്മെന്റ് എന്ത് ചെയ്യണം? ആമേൻ 2 ദിവസം മുമ്പ് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. ആമേൻ ഒന്നും വരത്തില്ല. എന്ത് ഇന്ന് രാത്രി ആമേൻ അതെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥന. പത്രോസ് ഇങ്ങനെ പ്രസംഗിച്ചു, നിങ്ങൾ ക്രൂശിച്ച നസ്രനായ യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു. ചിലർക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇന്ന് രാത്രി എനിക്കറിയാം ചിലർക്ക് സഹിക്കുന്നില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ. അതെ പത്രോസ് പറഞ്ഞു, ആമേൻ കുത്തുകൊണ്ടെന്നെങ്കിൽ മാനസാന്തരപ്പെട്ട് ആമേൻ യഥാസ്ഥാനപ്പെട്ട് പ്രസംഗിച്ചു, ആയിരങ്ങൾ വിടുവിക്കപ്പെട്ടു. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഇങ്ങനെ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മൂഷിഞ്ഞ് തിരിഞ്ഞു നോക്കി, അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവളെ വിട്ടുപോയി. ഹല്ലേലൂയ. ആമേൻ. അടുത്തത് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാം അധ്യായം 11-ാം വാക്യം. ആമേൻ. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ആമേൻ നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എന്താ? 1 വർഷം 2 വർഷം 3 വർഷം കൂനിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവിടെയുള്ള മെഡിക്കൽ കോളേജിൽ പോയി നിവരാഞ്ഞത് പോയില്ലേ? നിവർത്ത മുറിച്ചില്ലേ? കുത്തിവെച്ചില്ലേ? കഴിച്ചില്ലേ? മാറി മാറി നോക്കിയില്ലേ? എന്നിട്ടും പരിഹരിക്കപ്പെടാത്ത രോഗാത്മാവിനാൽ ബാധിച്ചത്. അപ്പൊ എല്ലാ രോഗമല്ല, ചിലത് ബാധയാണ്. ഇന്ന് രാത്രി ആമേൻ രോഗത്തെ തിരിച്ചറിയണം. ആമേൻ രോഗാത്മാവ് ബാധിച്ചിട്ട് അപ്പൊ ചിലത് ആമേൻ ജീവിതത്തിൽ ബാധയായിട്ട് കൂടിയാൽ അത് രോഗമായിട്ട് വെളിപ്പെടും. ആമേൻ. നടുവേദന മാറുന്ന പ്രശ്നേ ഇല്ല, തലവേദന മാറുന്ന പ്രശ്നേ ഇല്ല, ഇടുപ്പ് വേദന മാറുന്ന പ്രശ്നേ ഇല്ല. ഇത് രോഗാത്മാവ് കൂടിയിട്ട് വർഷമായെന്ന്. ഇന്ന് രാത്രി തിരിച്ചറിയും ബാധയാ കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കുനിയായ ഒരു സ്ത്രീ. ഹല്ലേലൂയ. നാളുകളായി ആഗ്രഹിക്കുന്ന ഒന്ന് നിവരണം, മക്കളുടെ മുമ്പിൽ ഒന്ന് നിവരണം, ദേശക്കാരുടെ മുമ്പിൽ ഒന്ന് നിവരണം. ആമേൻ. ആഗ്രഹമുണ്ട്. പക്ഷേ രോഗാത്മാവ് ബാധിച്ചിരിക്കുകയാ. ഓ മെഡിക്കൽ കോളേജിൽ നിന്നല്ല, ഹെൽത്ത് സെന്ററിൽ നിന്നല്ല, എവിടുന്നെല്ലാം കിട്ടാവോ അവിടുന്നെല്ലാം കഴിച്ചു നോക്കി, എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. ആമേൻ. ഇന്ന് രാത്രി കൂടെ പറപ്പേ, നീ രക്ഷിക്കപ്പെട്ടതാണോ? നീ സ്നാനപ്പെട്ടതാണോ? നീ ദൈവസഭയുടെ അംഗമാണോ? ആമേൻ. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, 18 വർഷമായിട്ട് ആമേൻ മരുന്ന് കഴിച്ചിട്ട് ഭേദമാകാത്തതാണെങ്കിൽ ആമേൻ അതൊരു രോഗാത്മാവ് ആണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. കർത്താവ് അവനോട്, ഹല്ലേലൂയ, കപട വ്യക്തിക്കാരെ, നിങ്ങളിൽ ഒരുത്തൻ ശബത്തിൽ തന്റെ കാളയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? ഹല്ലേലൂയ. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായി ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ യേശുവിന് കാര്യം മനസ്സിലായി കേട്ടോ. അഭിഷേകമുള്ള നീ ചില രോഗികളെ കാണുമ്പോൾ അത് സ്കാൻ ചെയ്യണം. ഇവിടുത്തെ ബുദ്ധിജീവി കണ്ടുപിടിച്ച സ്കാനിങ് മെഷീന്റെ അടുത്ത് പോയി സ്കാൻ ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. ഉയരത്തിലെ ആത്മാവിന്റെ അഭിഷേകം നിന്റെ പേരുണ്ടെങ്കിൽ അത് പാകിറാനുള്ളത് മാത്രമല്ല, അത് ചേറ് പൊട്ടിക്കാൻ മാത്രമുള്ളതല്ല, അത് വേർത്ത് കുളിച്ച് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല. ആമേൻ. ചില വ്യക്തികൾ നിന്റെ മുമ്പിൽ വരുമ്പോൾ ആത്മാവിനാൽ വിവേചിച്ച അവരിലുള്ള ആമേൻ അശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞ് അതിനെ ശാസിക്കുവാനുള്ള ഉയരത്തിലെ അധികാരം അതേ പ്രാപിച്ചവർ ഇന്ന് രാത്രി ലൈവിൽ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കടമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. 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 പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. ആമേൻ. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ കരത്തിന് അധികാരമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈരണ്ടായി അയച്ചപ്പോൾ അവർക്ക് അധികാരം കൊടുക്കാൻ വിട്ടെ. ഹല്ലേലൂയ. ഇവിടുത്തെ ബലഹീന മനുഷ്യന്മാര് വിളിച്ചിട്ട് തലയിലോട്ട് കൈവച്ചിട്ട് ഇന്നെടുത്തോട്ട് പൊക്കോളാൻ പറഞ്ഞാൽ ഒന്നും വരത്തില്ല കേട്ടോ. മനസ്സിലായോ? സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇവിടുത്തെ നേതാക്കന്മാര് പിടിച്ചിരുത്തിയിട്ട് തലയിലോട്ട് കയ്യും വെച്ചിട്ട് ഇന്നടുത്തോട്ട് പൊക്കോന്ന് പറഞ്ഞ അവിടെ ചെന്ന ആമേൻ നാട്ടുകാരെടുത്ത് ഇടി സഹിക്കാതെ വരുമ്പോ അവിടെ ഒക്കത്തില്ലെന്നും വേറെ സ്ഥലത്ത് പോകും.
ഹല്ലേലൂയ. അതുകൊണ്ട് ഉയരത്തിലെ ദൈവമാണ് നിന്നെ വേലയ്ക്ക് വിളിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ, നീ പോകുന്നതിന് മുമ്പ് മുട്ടുമടക്കി ഉയരത്തിൽ അഭിഷേകം പ്രാപിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ദൈവത്തോട് ചോദിച്ചിട്ട് നീ പൊക്കോ. നീ ചെല്ലുന്നെടുത്ത് നിനക്ക് നേരെ വരുന്ന അശുദ്ധാത്മാവിനെ ശാസിക്കുവാനുള്ള അധികാരം ഉയരത്തിലെ ദൈവം നിന്റെ മേൽ തരും. മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. വചനമുണ്ട് മൂർഖന്മാർക്ക് കീഴടങ്ങണമെന്ന്. എടോ, മൂർഖൻ ആമേൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ പിന്നെ അവന്റെ മൂർഖന്റെ സ്വഭാവം മാറിയില്ല. പിന്നെ അവനെ ബഹുമാനിക്കരുതെന്ന്, അവനെ അംഗീകരിക്കരുതെന്ന്. വചനമുണ്ട് മൂർഖന്മാർക്ക് കീഴടങ്ങാൻ. അതുകൊണ്ട് നേതാക്കന്മാർക്ക് മൂർഖന്മാരുടെ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞ സത്യവേദ പുസ്തകം കീറിക്കളയണ്ടേ? പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ടല്ലേ അവൻ മുങ്ങിപ്പൊങ്ങി നേതൃത്വത്തിൽ ഇരിക്കുന്നേ. നിങ്ങൾ ഈ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ഇങ്ങനെ ചെറിയവനാകണമെന്ന് യേശു കർത്താവ് കാണിച്ച മാതൃക അംഗീകരിക്കാത്ത നേതാവിനെ കളഞ്ഞിട്ട് നേതാവായ യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് അഭിഷേകം പ്രാപിച്ച് ദേശത്ത് അധികാരത്തോടെ കർത്താവിന്റെ വേല ചെയ്യുക. അത് സമർപ്പണമുള്ളവർ എഴുന്നേറ്റ് വരുക. ഇന്ന് രാത്രി അതേ സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കുനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ എന്റെ യേശുവിന്റെ കരം വെച്ച് ആ രോഗബന്ധനത്തെ എന്ത് ചെയ്തു? രോഗാത്മാവിനെ എന്ത് ചെയ്തു? ശാസിപ്പാനിടയായി. അഭിഷക്തന്മാരെ, ഉയരത്തിൽ അഭിഷേകമുണ്ടോ? ഹല്ലേലൂയ. സെറ്റപ്പ് കൊണ്ട് ഭൂതം പോത്തില്ല, സപ്പോർട്ട് കൊണ്ട് ഭൂതം പോത്തില്ല. വിശപ്പ് മാറ്റാം. ഹല്ലേലൂയ. സെറ്റപ്പ് കൊണ്ട് ആമേൻ കയ്യടി വാങ്ങാം, പൂമാല കിട്ടും, ആമേൻ പൊന്നാണ് കിട്ടും. പക്ഷേ നിന്നിലൂടെ അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് നിത്യതയിലേക്ക് വ്യക്തികൾ ആമേൻ മാറ്റപ്പെടണമെങ്കിൽ ഉയരത്തിൽ അഭിഷേകം വേണം. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, താഴണം, സമർപ്പിക്കണം. അങ്ങനെയുള്ളവരിലൂടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഒരു ദുരാത്മാവ് ഹല്ലേലൂയ പലപ്പോഴും വിവിധ ശാരീരിക ബലഹീനതകൾക്ക് കാരണമാകും. ആമേൻ. ഇന്ന് രാത്രി ശാരീരിക ബലഹീനതകളായിട്ട് ഉറങ്ങുവാൻ കഴിയാതെ നാളുകളായി ഉറക്ക ഗുളിക കഴിച്ച് കിടക്കുകയാണോ? ഉറക്ക ഗുളിക കഴിച്ചിട്ടും ഉറക്കം വരുന്നില്ല. എന്തോ ശാരീരിക ബലഹീനത നാളുകളായി നിന്നെ വിട്ടുമാറാതെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ നിഷേധിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും വിശ്വസിച്ചാലും ആത്മാവിൽ ഞാൻ പറയട്ടെ, ഏതോ ദുരാത്മാവ് നിന്നെ ബാധിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 9-ാം അധ്യായം 32-33 അവർ പോകുമ്പോൾ low battery, please charge. ഭൂതഗ്രസ്ത ആയിരിക്കുന്നവരെ ഹല്ലേലൂയ ആമേൻ low battery, please charge. യേശുവിന്റെ നാമത്തിൽ അവർ പോകുമ്പോൾ ഹല്ലേലൂയ low battery, please charge. ഹല്ലേലൂയ അവർ പോകുമ്പോൾ ഹല്ലേലൂയ അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ ഹല്ലേലൂയ ആമേൻ അതെ യേശുവിന്റെ മുമ്പിൽ നിലവിളിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അധികാരത്തോടെ ഇന്ന് രാത്രി ഹല്ലേലൂയ അധികാരമുള്ളവർ തിരിച്ചറിഞ്ഞ് ആ കരമടിച്ച കർത്താവിനെ മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ ഹല്ലേലൂയ പാപങ്ങളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയ നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ജയമെടുത്ത് ആമേൻ കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിന്റെ നാമത്തിൽ അത് ഞാനും നിങ്ങളും ആയിരിക്കുന്നിടത്ത് അധികാരം വെളിപ്പെടുത്തുവാൻ സ്വർഗം ആമേൻ അതെ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ ആമേൻ. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇസ്രായേൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. ഇന്ന് രാത്രി അനേകര് അതിശയിക്കത്തക്ക വിധത്തിൽ ഒരു അധികാരത്തിന്റെ ശുശ്രൂഷ ഹല്ലേലൂയ നീ പോകുന്നിടത്ത്, നീ പ്രസംഗിക്കുന്നിടത്ത്, നീ ശുശ്രൂഷിക്കുന്നിടത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തി തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. അധികാരത്തിന്റെ ശുശ്രൂഷയുടെ കാര്യം പറഞ്ഞപ്പോ ആമേൻ പിശാച് ആമേൻ അവന്റെ തന്ത്രം കൊണ്ട് വന്നു. ആമേൻ അതെ മൈക്ക് ഓഫായി പോയി. ഹല്ലേലൂയ. എന്നാൽ അതിനെ അതിജീവിക്കുവാനുള്ള അഭിഷേകം സ്വർഗത്തിലെ ദൈവം തന്നതുകൊണ്ട് ആമേൻ പിന്നെയും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ അല്പസമയം കൂടെ ആയിരിക്കാം. ആമേൻ. അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. നിന്റെ മേൽ അധികാരമുണ്ടോ? നീ പോകുന്നിടത്ത് അവൻ ചില അശുദ്ധാത്മാക്കളുള്ളവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണമിടയായി അവൻ ഭൂതത്തെ പുറത്താക്കി ശേഷം ഊമൻ സംസാരിച്ചു. അപ്പൊ ചിലർക്ക് സംസാരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്?
ഹല്ലേലൂയ. വാക്യം വായിച്ചാലും ബാധയാ, അശുദ്ധാത്മാവുണ്ടെന്ന്. ഹല്ലേലൂയ. അതിനെ പുറത്താക്കാതെ കണ്ട് ആമേൻ യഥാർത്ഥമായി സംസാരിക്കാനോ യഥാർത്ഥമായി വായിക്കാനോ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എന്നോട് ആര് പിണങ്ങിയാലും എനിക്ക് കുഴപ്പമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ എന്ത് ചെയ്തു? അപ്പോ നമ്മൾ കണ്ടിട്ടില്ലേ, ഊമനായിരിക്കുന്നവരെ, വേണ്ടും പോലെ സംസാരിക്കാൻ പറ്റാത്തവരെ അശുദ്ധാത്മാവുണ്ടെന്ന്. അവരുടെ കയ്യിലെടുപ്പ് ശരിയല്ല, എപ്പോഴോ അവരുടെ അകത്ത് കയറി. മരുന്ന് കഴിച്ചാലൊന്നും ആമേൻ ഊമൻ സംസാരിക്കത്തില്ല. പക്ഷേ അഭിഷേകമുള്ളവൻ, ഹല്ലേലൂയ, അധികാരമുള്ളവൻ, ആമേൻ, ആ മുമ്പിൽ കൊണ്ടുവരണം. അല്ലെ, വെറുതെ വലിച്ചോണ്ട് വന്നിട്ട് കാര്യമില്ല. യേശു ആമേൻ വിടുവിക്കുമെന്ന് വിശ്വാസമുള്ളവർ. ഹല്ലേലൂയ. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. അനന്തർച്ചില് കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. നോക്കിക്കേ, ഇന്നും യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്, ഇന്നും യേശുവിന്റെ വചനത്തിന് ശക്തിയുണ്ട്. എന്നാലേ പുരുഷാരം ഓടിക്കൂടുന്നത് കണ്ടിട്ട്, യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെറുടനുമായ ആത്മാവേ, ഇവനെ വിട്ടു പോ, ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ചിലരുടെ മേൽ അധികാരം വെളിപ്പെടുന്ന രാത്രിയാ. അവൻ ചിലര് യേശുവിന്റെ നാമത്തിൽ ആ പൈശാചിക ബന്ധനത്തിനകത്ത് നിന്ന് വിടുതൽ പ്രാപിക്കുന്ന രാത്രി കരമടിച്ച കർത്താവിന്റെ മഹത്വം കൊടുത്താട്ട് നിന്റെ നന്മയെ കെട്ടിയിരിക്കുന്ന, നിന്റെ നന്മയെ അപകരിച്ചിരിക്കുന്ന ഹല്ലേലൂയ പൈശാചിക പോരുകൾ ഇന്ന് രാത്രി അഴിയപ്പെടുകയാണ്. ഹല്ലേലൂയ. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അധികാരം ഉണ്ടായിരിക്കുക എന്നത് ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അത് പ്രയോഗിക്കുക എന്നത് മറ്റൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള പോലീസ് അധികാരികൾ, അവർക്ക് അധികാരമുണ്ടല്ലേ? അവരുടെ തൊപ്പി, അവരുടെ കയ്യിലിരിക്കുന്ന ലാത്തി, അവരുടെ ഡ്രസ്, ആ ഫുൾ ഡ്രസ്സിൽ ആമേൻ അവർ ഒരിടത്ത് നിന്ന് കൈകാട്ടിയ, ഹല്ലേലൂയ, ആ അധികാരത്തിന്റെ മുമ്പിൽ നിൽക്കാത്തവരെ അവർ ശിക്ഷിക്കും. ഹല്ലേലൂയ. പക്ഷേ അവരവരുടെ വീട്ടിൽ സാധാരണ ഡ്രസ്സിൽ ഇരിക്കുന്ന സമയത്ത് അവര് എന്ത് ചെയ്യാറില്ല, ആ അധികാരം ഉപയോഗിച്ച് ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ തയ്യാറാകുന്നില്ല. ചില സമയത്ത് തയ്യാറാകും കേട്ടോ. ഹല്ലേലൂയ. അപ്പോ ആ ഡ്രസ് കോഡിൽ അവർ നിൽക്കുമ്പോൾ അവർ അധികാരം എന്ത് ചെയ്യാറുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഉയരത്തിൽ അഭിഷേകം നിന്റെ മേലുണ്ടോ? ഇവിടുത്തെ പോലീസ് അധികാരികളുടെ മേലുള്ള ഡ്രസ് കോഡ് പോലെയല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ, ആമേൻ, അവനെ ധരിക്കുവാൻ സ്നാനമേറ്റിരിക്കുന്നവർ, അവന്റെ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നവർ, ആമേൻ, എവിടെയായിരുന്നാലും അവിടെ അധികാരം ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അവർ വിശുദ്ധരായി ജീവിക്കുവാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ചന്തയിലായാലും ആമേൻ പൊതുസ്ഥലത്തായാലും അശുദ്ധാത്മാക്കൾ അലറുമ്പോൾ അവരുടെ മേൽ അധികാരം വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതിനാൽ ആമേൻ, ഹല്ലേലൂയ, പാമ്പുകളെയും തേളുകളെയും, ഹല്ലേലൂയ, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ആമേൻ. ഇതൊക്കെ വചനമുണ്ടെങ്കിലും ഇന്ന് പലരുടെയും വീട്ടിൽ ദോഷം വന്നുകൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന പലരുടെയും വീട്ടിൽ എന്ത് ചെയ്യാ? ദോഷം വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ അധികാരമൊക്കെ എവിടെ പോയി? ഇത് വലിച്ചു കയറി ചായപ്പൊടി പൊതിയാൻ കൊടുക്കണ്ടേ? ഹല്ലേലൂയ. ഇത് ആമേൻ എഴുതി വെച്ചത്, ആമേൻ വായിച്ച് അത് പ്രാപിക്കാനുള്ളതാണ്. ഇന്ന് രാത്രി ദൈവ പൈതലേ അത് പ്രാപിക്കുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ആമേൻ. അതിനാൽ നിങ്ങളുടെ എല്ലാ ദൈവിക മോഹങ്ങളും നേടുന്നതിന് യേശുവിന്റെ നാമം ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഓ, എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് രോഗാവസ്ഥയും ശാസിക്കാം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അത് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ ഉതകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പകരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് രാത്രിയിലും യഥാർത്ഥമായി വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് പിശാച് പാപത്തെ തങ്ങളുടെ ശക്തി കേന്ദ്രമായി ഉപയോഗിക്കുന്നു എന്ന് ഓർക്കുക.
പിശാചുക്കൾ, അശുദ്ധാത്മാക്കൾ അധർമ്മത്തിന് കൂട്ടി നിൽക്കുന്നവരാ, പാപം ചെയ്യിപ്പിക്കുന്നവരാ. പാപം ചെയ്ത് പാപത്തിലൂടെ ആ പിശാചിന്റെ ശക്തിയെ നിന്നിൽ ബലപ്പെടുത്തി നിന്നെ കൊണ്ട് ദൈവത്തിന് ഓപ്പോസിറ്റായി ചിന്തിപ്പിക്കുക, ആരാധനയ്ക്കെതിരെ ബഹളം വെക്കുക, പ്രാർത്ഥനയ്ക്കെതിരെ പ്രശ്നമുണ്ടാക്കുക, ദൈവപ്രവൃത്തിക്കെതിരെ നിന്നെ കൊണ്ട് പ്രശ്നമുണ്ടാക്കിപ്പിക്കുക. ഇതൊക്കെയാണ് പിശാചിന്റെ പരിപാടി. ഹല്ലേലൂയ. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തരം പാപങ്ങളിൽ നിന്നും മുക്തി നേടണം. ഇന്ന് രാത്രി പാപത്തോട് വിട പറയുവാൻ തയ്യാറാണ്. പാപത്തിന്റെ ഒരു കണിക പോലും നിന്നിൽ പാടില്ല. അതുണ്ടെങ്കിൽ പിശാച് നിന്നിൽ ആക്രമിക്കും, നിന്റെ അകത്ത് കയറും, നിന്നെ ഇച്ചിരി മിണ്ടാതായത് നിന്നെ പൂർണ്ണമായി മിണ്ടാതാക്കും, പ്രാർത്ഥിക്കാൻ ഉഴപ്പനായ നിന്നെ പൂർണ്ണമായി പ്രാർത്ഥിക്കാൻ പറ്റാതാക്കും. ഹല്ലേലൂയ. ആമേൻ. അതുവഴി നിങ്ങൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുമ്പോൾ അവർ നിങ്ങളെ എളുപ്പത്തിൽ അനുസരിക്കുകയും ഓടിപ്പോവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ പിശാചിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കാതെ ദൈവകൃപയിൽ ശരണപ്പെടുന്ന ഒരു ദൈവവൈദ്യന് അഭിഷേകത്തിൽ നിറഞ്ഞ് അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അശുദ്ധാത്മാക്കൾക്കോ പിശാചുകൾക്കോ വസിക്കുവാൻ, അതെ വാഴുവാൻ നിങ്ങളുടെ ശരീരം ഒരിക്കലും എന്ത് ചെയ്യരുത്, അനുവദിക്കരുത്. ആമേൻ. ഈ ലോകത്തിലെ ആഡംബരങ്ങളും ഈ ലോകത്തിന്റെ മോഹങ്ങളും, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം നിന്റെ അകത്തുണ്ടെങ്കിൽ പിശാച് നിന്റെ അകത്ത് വരും. ഹല്ലേലൂയ. അവൻ നിന്നെ കൊണ്ടേ പോത്തുള്ളൂ. ഇന്ന് രാത്രി വിശുദ്ധിയിൽ ജീവിക്കുകയും വിശുദ്ധരായ ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് ആ അധികാരം പ്രാപിക്കുകയും നിരന്തരം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ അധികാരം ഉപയോഗിച്ച് രക്തം കൊണ്ട് മുദ്രയിട്ട് നിന്നെയും നിനക്കുള്ള സർവ്വതിനെയും സമർപ്പിച്ചു പ്രാർത്ഥിച്ച് അധികാരത്തോടെ നീ കൽപ്പിക്കണം. പിശാച് നിന്നെ തൊടത്തില്ല, നിന്റെ കുടുംബത്തെ തൊടത്തില്ല, നിന്റെ തലമുറയെ തൊടത്തില്ല, നിനക്കുള്ള ഒന്നിനെയും തൊടത്തില്ല. ഇന്ന് രാത്രി കണ്ണുകളെ അടച്ചാൽ കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്താൽ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി അധികാരത്തോടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ഞങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ പലപ്പോഴും ഞങ്ങളെ മൂലയിൽ ഒതുക്കി ഞങ്ങളുടെ കണ്ണിനെ മങ്ങിപ്പിച്ച് പ്രത്യാശയില്ലാത്തവരായി ജീവിക്കുവാൻ ഉദരത്തക്ക വിധത്തിൽ പിശാച് അവന്റെ പ്രവൃത്തി അഴിച്ചുവിട്ട് ഞങ്ങളെ ഒതുക്കുന്ന ഈ ദുഷ്ടലോകത്ത് ഇന്ന് രാത്രി കേൾപ്പിച്ച വചന നിമിത്തം ഞങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ അഭിഷേകത്തെ, ഞങ്ങളുടെ അധികാരത്തെ അത് മിസ്യൂസ് ചെയ്യാതെ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നുള്ള വചനം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് അങ്ങ് നൽകിയ ആത്മാധികാരം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ക്രിസ്തീയ ജീവിതം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയർന്നു വരുന്നതാകയായിരിക്കുന്ന സമസ്ത മേഖലകളിൽ സമർപ്പിക്കപ്പെട്ടവർ ഉയർന്നു വരുവാനിടയാകട്ടെ. അതിന് കഴിയാതെ കണ്ട് അവരെയും അവരുടെ തലമുറകളെയും അവരുടെ ഭൗതിക നന്മകളെയും അവരുടെ സമസ്ത മേഖലകളെയും അമർത്തി വെച്ചിരിക്കുന്ന സകല ദുഷ്ടന്റെ പോരുകളെയും നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിച്ചു മാറ്റുകയാണ്. ജനം വിടുതൽ പ്രാപിക്കും, ഉയർന്നു വരട്ടെ. ശുശ്രൂഷകന്മാർ, ദർശകന്മാർ, പ്രവാചകന്മാർ, ഗായകന്മാർ, ഹല്ലേലൂയ, ശുശ്രൂഷകൾ പ്രാപിച്ചവർ യേശുവിന്റെ നാമത്തിൽ ഉയർന്നു വരട്ടെ. ദൈവനാമ മഹത്വത്തിനായി എല്ലാവരും പ്രയോജനപ്പെടുവാൻ സ്വർഗമിടയാക്കി മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ കൂടപ്പുറപ്പിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം അത് പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിൽ ഞങ്ങളുടെ ചാനലുണ്ട്, സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ചാനൽ. ഇതുവരെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ഗോഡ് ബ്ലസ് യു. ദൈവം അനുവദിച്ചാൽ നാളെ വൈകുന്നേരവും വീണ്ടും നമുക്ക് ഇതേ ചാനലിൽ കാണാം, ഇതേ ഗ്രൂപ്പ് നമുക്ക് കാണാം. ശുഭം.